ഹായ്. അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ട്രിവാൻഡ്രത്ത് പോകാൻ ഇറങ്ങിയേക്കാം കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ ട്രിവാൻഡ്രത്ത് വരുന്ന വഴിക്കാണ് പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. ഋതു നല്ല ഉറക്കത്തിലാണ്. നേരൊക്കെ വെളുത്തിങ്ങനെ വരുന്നേ ഉള്ളൂ. ഇരുട്ടത്തൊക്കെ എന്ത് എടുക്കാനാണെന്ന് കരുതി ഞാൻ വീഡിയോസൊന്നും എടുത്തതുമില്ല. പിന്നെ ഇതാ ഞങ്ങൾ ട്രിവാൻഡ്രം എത്താറായിരിക്കുന്നു. നേരം നന്നായിട്ട് വെളുത്ത് തുടങ്ങി. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ ടോക്കൺ കൊടുക്കുന്നത്. അതിന് തൊട്ട് മുന്നേ നമ്മൾ ചെല്ലുവാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ കയറാൻ പറ്റും. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. 12 ആൾക്കാർ ഇരിപ്പുണ്ട്. എവിടെ വണ്ടി ഇടുക? നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനി അത് വിളിച്ച് ഫയലൊക്കെ എടുക്കണമെങ്കിൽ 7 മണി ആവും കേട്ടോ. 7 മണി തൊട്ടേ ഫയൽ എടുത്ത് തുടങ്ങുള്ളൂ. അപ്പോൾ 7 മണി ആകാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കരുതി ഒരു ചായ കുടിച്ചിട്ട് നിൽക്കാമെന്ന്. അതുമല്ല നമുക്ക് കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ അപ്പുറത്തെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയായിട്ടോ പാർക്ക് ചെയ്യുന്നത്. അത് തുറക്കണമെങ്കിൽ 7 മണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് നിൽക്കാമെന്ന് കരുതി. ഒന്നും കഴിക്കാണ്ടൊക്കെ അല്ലേ ഇറങ്ങിയത്. ചായയല്ല, ഒരു കോഫിയും കുടിച്ചു, ഒരു വടയും കഴിച്ചു. ഇവിടെയൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വരുന്നതും ആ ഒരു വേദനയൊക്കെ കൊണ്ട് കുഞ്ഞൻ കിടന്ന് കരയുന്ന കാര്യങ്ങളും, അതേപോലെ കുഞ്ഞനാണെങ്കിൽ സർജറിക്ക് തൊട്ട് മുന്നായിട്ട് ഫുഡ് എന്തെങ്കിലും കൊടുക്കണം. അതും വെളുപ്പാങ്കാലത്തായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനും പാടില്ല. അപ്പം കടകളൊന്നും തുറന്നിട്ടും ഇല്ല, ഫുഡൊന്നും ആയിട്ടും ഇല്ല. അപ്പോൾ അതാ ഈ ഒരു ചായക്കടയിൽ വന്നിട്ട് ഞാൻ ചായയും വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാട്ടോ ആൾ സർജറിക്ക് പോയത്. അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇതാ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. വെള്ളത്തിലെടുക്കല്ലേ ലിഫ്റ്റ് കണ്ടുകൊണ്ട് ഹായ് പറ. ഹായ് കറക്കിയെടുക്കാതെ ടാറ്റ പറ കുഞ്ഞി. ടാറ്റ. വാട പൊരുത്തം കണ്ടവരെ ഋതു ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നേ. അതേപോലെ കണ്ണെഴുതിയില്ല, പിരികു എഴുതി പൊട്ടും തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക്. നമ്മളങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. OP തുടങ്ങണമെങ്കിൽ 9 മണി ആകും കേട്ടോ. അങ്ങനെ ഡോക്ടറൊക്കെ വരാറായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കയറി കണ്ടു, എക്സ്റേ ഒക്കെ എടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നേ. കുഞ്ഞിൻ്റെ കാലിൽ, അതായത് ആ ഒടിഞ്ഞ ഭാഗത്ത് ഋതു എഴുന്നേറ്റ് ഇരിക്കുന്ന സമയത്ത് ബാക്കിലോട്ട് മറിഞ്ഞ് തല വന്ന് കാലിലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇരിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇടിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് നീര് അന്നൂട്ടേ ഉണ്ട്, നീര് മാറുന്നുമില്ല കുറയുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളാണ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമായോ എന്നൊക്കെ. പിന്നെ അന്നത്തെ ആ ഒരു ദിവസമൊക്കെ ഞാനിങ്ങനെ ഉരുകി തീരുമായിരുന്നു. കാരണം മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇനി കുഞ്ഞിന് വല്ല കാലിനും വേറെ പ്രശ്നമായോ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാട് കയറി കുറേ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കൊരു മനസ്സമാധാനം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെയായിരുന്നു എൻ്റെ ഇടയ്ക്ക് വെച്ചൊന്നും വീഡിയോസൊന്നും ഇടാതെ ഇരുന്നത് തന്നെ. പിന്നെ ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ല, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു മനസ്സമാധാനം ആയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ കരിക്ക് കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇവിടെ വന്ന് ഞാൻ ഈ ചേട്ടനോട് കുറച്ച് നേരമെങ്കിലും സംസാരിച്ചിട്ട് പോകും കേട്ടോ. കരിക്ക് നമ്മൾ വേണമെന്ന് അങ്ങനെ നിർബന്ധം കാണത്തില്ല, എന്നാലും ഒരെണ്ണം കുടിച്ചിട്ടൊക്കെ പോകാറുള്ളൂ. ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബഹുമാനം ഉണ്ട്. കാരണം നമ്മൾ ആരെന്നോലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് തന്നെ എല്ലാവർക്കും ഒന്നും ഉണ്ടാവണമെന്നില്ലടാ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിക്കുന്ന ആളോട് നമുക്കൊരു ബഹുമാനം തോന്നുന്നത് നല്ലതാണ്. ആ ഒരു ബഹുമാനത്തിൻ്റെ പുറത്താട്ടോ ഞാനവിടെ കയറാറ്. തീർത്ത് വെള്ളം കുടിക്കാനൊക്കെ അറിയാം, ഇനി കുടിക്കാനൊക്കെ അറിയാം. പക്ഷെ വെള്ളം കൊടുത്ത അവള് കുടിക്കില്ല. അവൾ വായി വെച്ച് കുടിക്കാൻ അറിയാത്ത പിള്ളേരെ പോലെ ഇരിക്കും. ഫുള്ള് തീർത്ത്. ഞാൻ വിളിച്ച് കുടിക്കത്തില്ലായിരിക്കുമെന്ന് ജാടക്കാരിക്കാനും. നമ്മളവിടെ കരിക്ക് കുടിക്കാൻ കയറിയപ്പോൾ കുറച്ച് കരിക്കും വെള്ളം ഞാൻ അവളുടെ പാലുപ്പിയല്ല, അവൾക്ക് വെള്ളത്തിന് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ വെച്ച് കൊടുത്തപ്പോൾ വലുതായിട്ട് കുടിക്കുന്നതൊന്നും കാണിച്ചില്ല. പക്ഷെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നന്നായിട്ട് വലിച്ച് കുടിച്ചു. വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ അവൾ കുടിക്കാറേ ഇല്ല. പക്ഷേ ഇത് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വരുന്ന വഴിക്ക് ഇതാ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരാൾ ഭയങ്കര ചിണുങ്ങലൊക്കെ ആയിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ. അതിനുശേഷം പിന്നെ ഇതാ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡും കൂടെ വാങ്ങിച്ചിട്ടാട്ടോ വന്നത്. നല്ല ക്ഷീണിച്ചു. ശരിക്കും പറഞ്ഞാൽ രാവിലെ വേറെ ഫുഡൊന്നും കഴിച്ചില്ല. ആ രാവിലത്തെ ഒരു കോഫിയും വടയിലും മാത്രമായിട്ടോ നിന്നത്. അങ്ങനെ പിന്നെ ഋതുവിന് ഞാൻ പഴവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു സമയമായിട്ടുണ്ടായിരുന്നേ. വരുന്ന വഴിക്ക് നമ്മൾ ബിരിയാണി ആയിട്ട് മേടിച്ചു. ഒരെണ്ണേ മേടിച്ചുള്ളൂ, നിറയെ റൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഋതുവിനും അത് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ 3 ആളും കൂടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കാരണം രാത്രിയിൽ എനിക്ക് ഉറക്കം
ഉറക്കം വരത്തില്ല, എവിടെയെങ്കിലും പോകണമെങ്കിൽ അതേപോലെ രാവിലെ എഴുന്നേക്കും വേണമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ഉറക്കം വന്ന് നല്ല തലവേദന എടുക്കായിരുന്നു. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് പോയി ഒരു ഉമ്മയും കൊടുത്താ. അയ്യോ